നമസ്കാരം കൂട്ടുകാരെ. ഈ റെസിപ്പിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പാചക ദൈർഘ്യം വളരെ കുറവാണ് എന്നുള്ളതാണ്. വൃത്തിയാക്കിയ ചെറിയ ചെമ്മീൻ ഒരു ബൗളിലേക്ക് ഇട്ട് നീളത്തിലരിഞ്ഞ ഇഞ്ചിയും രണ്ടായി മുറിച്ച ചുമന്നുള്ളിയും കീറിയ പച്ചമുളകും കറിവേപ്പിലയും പൊടിയായി അരിഞ്ഞ സവാളയും വെളുത്തുള്ളിയും തക്കാളിയും ആവശ്യത്തിനുപ്പും ലേശം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചതച്ച കുരുമുളകും തേങ്ങാക്കൊത്തും വെളിച്ചെണ്ണയും ലേശം തേങ്ങയുടെ 1/4 പാലും ചേർത്ത് മസാലകളെല്ലാം തിരുമ്മി പിടിപ്പിച്ച് കുറഞ്ഞത് ഒരു 20 മിനിറ്റ് മാറ്റി വെക്കണം. ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ലേശം ഉലുവയും കടുകും ഇട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടി ഉലുവ മൂത്ത് ചുമന്ന നിറമാകുമ്പോൾ ലേശം കറിവേപ്പിലയും മസാല ചേർത്ത് തിരുമിയ ചെമ്മീനും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഉയർന്ന ചൂടിൽ ചെമ്മീനും മസാലകളും ഒന്ന് വാടി വരുന്ന പരുവത്തിൽ തേങ്ങയുടെ 2/2 പാലൊഴിച്ച് അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിക്കണം. 2/2 പാലും ചെമ്മീൻ്റെ നീരും മസാലയിലെ ജലാംശവും വെന്തു കുറുകി ചെമ്മീൻ പെരണ്ടു വരുന്ന പരുവത്തിൽ തേങ്ങയുടെ 1/4 പാൽ 2 സ്പൂൺ ഒഴിച്ച് നല്ല ചൂടിൽ തുടരെ ഇളക്കി വരട്ടി പെരട്ടി റോസ്റ്റാക്കി എടുക്കണം. ഏകദേശം 5 മിനിറ്റ് കൊണ്ട് ചെമ്മീൻ റോസ്റ്റ് റെഡിയായി. തീർച്ചയായും ട്രൈ ചെയ്യണം. ഒരുപാട് സ്നേഹങ്ങൾ വാരി വിതറണം. താങ്ക് യു സോ മച്ച്.